ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഒരുപാട് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള കുറച്ച് സാൻഡ്വിച്ചിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ കാണിക്കാൻ വേണ്ടി കുറേ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയത് ട്ടോ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ സീ ഫുഡ് ബക്കറ്റൊക്കെ ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ കണ്ട് അവരൊക്കെ അതേപോലെ തന്നെ ചെയ്തത് കണ്ടു. ഒരുപാട് ഒരുപാട് സന്തോഷം. എൻ്റെ സെയിം ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും എല്ലാം സെയിം തന്നെ ഇട്ടത് ഞാൻ കണ്ടു. അപ്പോൾ ഒരുപാട് സന്തോഷം. അത്രയും വലിയ യൂട്യൂബേഴ്സൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. അത് ഇഷ്ടപ്പെട്ടോണ്ടാണല്ലോ അവര് അതേ സെയിം തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വലിയൊരു അംഗീകാരമായിട്ട് തന്നെ കാണുന്നു. ഒരുപാട് ഒരുപാട് സന്തോഷം ട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങളെ എല്ലാ സപ്പോർട്ടും ഇനി അങ്ങോട്ടും ഉണ്ടാവണം തന്നെ ഞാൻ പറയാണ്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ ട്ടോ. അപ്പോൾ ഇന്ന് കാണിക്കുന്ന സാൻഡ്വിച്ചസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും. അപ്പോൾ നോക്കാം. അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം കാണിക്കുന്നത് കുറച്ച് ചിക്കൻ ഒന്ന് നമുക്ക് ആദ്യം വേവിച്ചെടുക്കണം. 2, 3 തരത്തിലുള്ള സാൻഡ്വിച്ചസ് ആണ് കാണിക്കുന്നത് കേട്ടോ. ഒറ്റ റെസിപ്പി അല്ല, കുറച്ച് കൂടുതൽ റെസിപ്പി ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കലോറിയൊക്കെ നോക്കി കഴിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ പീസ് എടുക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ കാലും അതേപോലെ തന്നെ തൈയിൻ്റെ പീസുമാണ് എടുത്തത്. നിങ്ങൾക്ക് ചെസ്റ്റ് പീസ് ഉപയോഗിക്കാം. ബ്രസ്റ്റ് പീസ് എന്ന് പറയുന്നത് അതായിരിക്കും നന്നാവുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 4 പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടേ കുറച്ച് കുരുമുളകാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ. നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും ചേർക്കാം. പിന്നെ അധികം കളർ മാറിപ്പോകണ്ട. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മതിയാവും. എന്നിട്ട് തീ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം. അതിൻ്റെ ആ ഒരു ചിക്കൻ്റെ അതേ ലെവലിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ടൊരു 2, 3 വിസിൽ വേവിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് വേവണേ. നമ്മളിപ്പോൾ ചിക്കന് സാധാരണ കറിക്കൊക്കെ വെക്കുകയാണെങ്കിൽ ഒറ്റ വിസിൽ മതി. പക്ഷേ ഇത് സാൻഡ്വിച്ച് ആയതുകൊണ്ട് ഒരു 2, 3 വിസിൽ നല്ലോണം വേവിച്ചെടുക്കുക. ഇപ്പോൾ അതൊരു 3 വിസിൽ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്നതാണിത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ വെള്ളം ഞാൻ ഒഴിവാക്കണില്ല. അതൊരു സൂപ്പായിട്ടും ഉണ്ടാക്കുന്നുണ്ട് ട്ടോ. അതുകൊണ്ടാണ് നന്നായിട്ട് വേവണം എന്ന് പറഞ്ഞാൽ ആ ഒരു ബോണിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഇറങ്ങി വരണം. അപ്പോൾ ഞാൻ ചിക്കൻ മാത്രം ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ചിക്കൻ നമുക്ക് സാൻഡ്വിച്ചിനുള്ളതാണ്. ഇത് സൂപ്പിനുള്ളതും. അപ്പോൾ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനത് ആ സ്റ്റോക്ക് തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ്. ഒന്ന് ചൂടാക്കാൻ വെക്കുക. എന്നിട്ട് അതിലേക്ക് എത്രയാണോ നിങ്ങൾക്ക് സൂപ്പ് ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇനി ബാക്കി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. 2 കപ്പും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചത് അത് ഞാനിവിടെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യണതാണ്. ഒരു 1, 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഗാർലിക് പൗഡറാണ്. ഞാൻ ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് അരിഞ്ഞത് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം ട്ടോ. ഞാനിപ്പോൾ പൗഡറാണ് ഇട്ട് കൊടുത്തത്. അതും കൂടെ ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക. പിന്നെ വേണ്ടി നമ്മൾ ഉള്ളിക്ക് പകരം സ്പ്രിംഗ് ഓനിയൻ ഇല്ലേ അരിഞ്ഞത്, അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തൊക്കെ നിങ്ങൾക്ക് ഇതിൽ കടിക്കാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസൊക്കെ ചേർത്ത് കൊടുക്കുക ട്ടോ. ഞാനിപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ചിക്കൻ ഇല്ല. ചിക്കൻ ഞാൻ സാൻഡ്വിച്ചിന് എടുത്തതുകൊണ്ട് ഞാനൊരു മുട്ട കലക്കി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ സൂപ്പ് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. സ്പീഡിൽ ഇളക്കുന്ന സമയത്ത് ആ മുട്ട അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതൊരു നൂഡിൽസ് പോലെ ആ ഒരു സൂപ്പിൽ കടിക്കാൻ നമുക്കത് കിട്ടും. അപ്പോൾ അത് ഞാനിപ്പോൾ ചിക്കൻ ഇതിലില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ചിക്കൻ്റെ പീസ് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു മുട്ടയാണ് ഒഴിച്ചെടുത്തത്. ഇപ്പം ഇനി നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇതിങ്ങനെ മുകളിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അധികമായിട്ട് തോന്നും. പക്ഷേ തിളച്ച് വന്നാൽ റെഡിയാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ആ സൂപ്പിന് ഒരു ചെറുതായിട്ടൊരു കട്ടി വരാൻ വേണ്ടിയിട്ടാണ്. ചെറിയ രീതിയിലൊരു കട്ടി മതി. അതാണ് ഒരു സ്പൂൺ മതി എന്ന് പറഞ്ഞത്. അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു സൂപ്പ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ ആ ഒരു ചെറിയൊരു കട്ടിയോട് കൂടിയിട്ട് നമുക്ക് കിട്ടും. അതാണ് കുടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇപ്പോൾ ദാ നമ്മളെ സൂപ്പ് ഇവിടെ റെഡി ആയിന് കേട്ടോ. കറക്റ്റ് പാകത്തിലാണ് ആയത്. ഈ ഒരു കട്ടിയേ ഉണ്ടാവാൻ പാടുള്ളൂ. കൂടുതലായിട്ട് കട്ടിയായി പോകാൻ പാടില്ല കേട്ടോ. ഇത് കുടിക്കാൻ പറ്റുന്ന നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രയാണ് കട്ടി ഉണ്ടാവുക എന്നുള്ളത്. ആ ഒരു രീതിയിൽ ഒരു നേരിയ കട്ടി അതിന് ഉണ്ടാവാൻ പാടുള്ളൂ. ഒരു കൊഴുപ്പ് പോലത്തെ നേരിയൊരു കൊഴുപ്പ് അത്രേ ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മളെ സൂപ്പ് റെഡി ആയിന്. ഇനിയിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പാണ് കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ സ്പ്രിംഗ് ഓനിയൻ്റെ പച്ച ഉണ്ടല്ലോ, നമ്മൾ അറ്റത്ത് വരുന്ന പച്ച ഭാഗം അതൊരു സ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ഹെൽത്തിയാണ്. ഇതിൽ വേറൊരു സാധനവും ഞാൻ ചേർത്തിയില്ല. നിങ്ങൾ കണ്ടതാണ്. അപ്പം ചിക്കൻ്റെ സ്റ്റോക്കോ അല്ലെങ്കിൽ ഓയിൽ, നെയ്യ്, ബട്ടർ ഇങ്ങനത്തെ ഒരു സാധനവും ചേർത്തിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലതാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ സൂപ്പ് കൊടുക്കാൻ വേണ്ടി പറയുന്നത്, അങ്ങനത്തെവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. ഇതിൽ ഈ കാണുന്ന മേലെ കാണുന്ന ഓയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനലാണ്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ ഒരു സാൻഡ്വിച്ചിനുള്ള ഒരു സാൻഡ്വിച്ചിൻ്റെ മിക്സിംഗ് ആണ് കാണിക്കുന്നത്, ഫില്ലിങ് കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് മയോണൈസാണ് എടുക്കുന്നത്. മയോണൈസ് എന്ന് പറയുമ്പോൾ ഞാനിതിവിടെ വാങ്ങിച്ച റെഡിമെയ്ഡ് മയോണൈസാണ് കേട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പ് മയോണൈസാണ് എടുക്കുന്നത്. അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ പാലാണ്, ഫ്രഷ് മിൽക്ക്, നമ്മളെ പശുവും പാൽ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടിയ മസ്റ്റേർഡ് സോസാണ്, ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും, 1/2 ടേബിൾ സ്പൂൺ കേട്ടോ. ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും പ്രശ്നമില്ല. പിന്നെ വേണ്ടത് സുർക്കാണ്, വിനാഗിരി എന്ന് പറഞ്ഞാൽ അത് ഒരു ടീസ്പൂൺ മതി. ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂൺ സുർക്കയും കൂടെ വെച്ച് കൊടുക്കുക. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും വേണം. ഉപ്പ് കുറച്ച് മതിയാ. മയോണൈസിലും നമ്മളിപ്പോൾ ഈ ഒഴിച്ച എല്ലാ സോസിലും ഉപ്പുള്ളതാണ്. പിന്നെ വേണ്ടിയ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മളെ ഫില്ലിങ്ങിനുള്ളതാണ്.
എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ആ മസ്റ്റർഡ് സോസ് ഒഴിച്ചുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു യെല്ലോ കളർ ഉണ്ടാവും. അത് പ്രശ്നമില്ല കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എല്ലാം കൂടെ വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണുള്ളത്. ഇപ്പം നിങ്ങളൊന്ന് ലാസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി എല്ലാം റെഡി അല്ലേ എന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതിൻ്റെ ബോണൊക്കെ പോക്കിയിട്ട് ഞാൻ അതിൻ്റെ ഇറച്ചി ഇതങ്ങനെ ചെറുതായിട്ടൊന്ന് പിച്ചെടുത്തതാണ്. ഇതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതും നല്ല ഞാൻ ഇന്ന് കാണിക്കുന്ന എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ചസ് ആണ്. അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന സൂപ്പർ സാൻഡ്വിച്ചസ് ആണ് ഇന്ന് കാണിക്കുന്ന എല്ലാം. അപ്പോൾ നമ്മൾ ചിക്കനൊന്നും എണ്ണയിൽ പൊരിച്ചെടുത്ത ചിക്കനൊന്നല്ല, ബോയിൽ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഹെൽത്തിയാണ് കേട്ടോ. കുട്ടികൾക്കും അതേപോലെ തന്നെ വലിയവർക്കും എല്ലാം ഒരേപോലെ കഴിക്കാൻ പറ്റുന്നതാണ്, എണ്ണ ഓയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല നമ്മളെ ഫില്ലിങ് റെഡി ആയിന്. ഇതാണ് നമ്മൾ ഒരു സാൻഡ്വിച്ചിനുള്ള ഫില്ലിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മയോണൈസ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ചീസോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്താൽ മതിയേ. ഇനിയിപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ അതിലേക്ക് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. അൺസോൾട്ടഡ് ബട്ടർ ആയിരിക്കണം. പിന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടറാണ് എടുക്കുക, ഓയിലൊന്നും ചേർക്കൂല കേട്ടോ. അൺസോൾട്ടഡ് ബട്ടറാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് ഒരു സ്പൂണൊക്കെ മതി, എത്ര ചേർക്കണം എന്നുള്ള നിങ്ങളെ ഇഷ്ടം. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇതാ ഒരു ബ്രെഡ് ഇങ്ങനെ അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് സെൻറ്റർ മാറ്റി വെച്ചിട്ട് അതിൻ്റെ അരികു മാത്രം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. രണ്ട് ഭാഗത്തും നന്നായിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ആദ്യം ഒന്ന് ഒരു ഭാഗത്ത് ഒന്ന് ബട്ടറായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ബാക്കി തിരിച്ചിട്ടിട്ട് അടുത്തതും ആക്കി കൊടുക്കുക. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്ന വരെ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മൊത്തം ചെയ്യുമ്പോൾ സിമ്മിലായിരിക്കണം തീ ഉണ്ടാവുന്നത്. തീ നല്ല ചെറുതാക്കി വെക്കണം. എന്നിട്ട് അതിനിപ്പോൾ അടിയിലേക്ക് ഞാൻ ഒരു മുട്ടയാണ് എടുത്തത്. ഒരു മുട്ട അതിൽ ഒരു സ്പൂൺ ആദ്യം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു മുട്ട കൊണ്ട് തന്നെ ഒരു 3-4 സാൻഡ്വിച്ച് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഒറ്റ മുട്ട തന്നെ മതി ഒരു 4 എണ്ണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് ഒന്ന് ആക്കിയെടുക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് മുറിച്ച ക്യാപ്സിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഒരു സ്പൂണൊക്കെ മതി കേട്ടോ. ഒരു സ്പൂണ് അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അത്രയും മതി. പിന്നെ വേണ്ടിയ തക്കാളിയാണ്. അതും ഇതേപോലെ തന്നെ ഒരു സ്പൂൺ തക്കാളി ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കും. പിന്നെ തക്കാളി എടുക്കുമ്പോൾ സാൻഡ്വിച്ചസിന് എടുക്കുമ്പോൾ അതിൻ്റെ കുരുവും വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് എടുക്കുക കേട്ടോ. അതിൻ്റെ കുരു പോക്കണം, വെള്ളവും പോക്കണം. അതിൻ്റെ കട്ടിയുള്ള ഭാഗം മാത്രമാണ് നമ്മൾ സാൻഡ്വിച്ചിന് ഉപയോഗിക്കുക. പിന്നെ വേണ്ടിയ സ്പ്രിംഗ് ഓനിയൻ്റെ വെള്ള ഭാഗമാണ് ഞാൻ എടുത്തത്. അപ്പം ഈ ഉള്ളി ചേർക്കുന്നതിനെക്കാട്ടിലും സാൻഡ്വിച്ചിന് എപ്പോഴും നല്ലത് സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെ സ്പ്രിംഗ് ഓനിയൻ ആണ്. നല്ല ടേസ്റ്റും ഉണ്ടാവുക, ഹെൽത്തിയും അതാണ് കേട്ടോ. അപ്പോൾ ആ സ്പ്രിംഗ് ഓനിയൻ കൂടെ ചേർത്ത് കൊടുത്താണ്. ഇനിയിപ്പോൾ വേണ്ടിയ ചീസാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് എടുക്കുക, ഏത് ചീസായാലും പ്രശ്നമില്ല. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് മൊസറല്ല ചീസാണ്. ഇതിന് പകരം നിങ്ങൾക്ക് സ്ലൈസ് ആയിട്ട് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും ചീസ്. ചെഡാർ ചീസിൻ്റെ സ്ലൈസ് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അത് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ചെഡാർ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തതുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. അപ്പോൾ ചീസ് ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുക. പിന്നെ കൂടുതലായി പോകരുതൊന്നും, എല്ലാം ഒരു കുറഞ്ഞതേ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ മേലെ ലാസ്റ്റ് നമ്മൾ മുറിച്ച് മാറ്റിയിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ ബ്രെഡിൻ്റെ, അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഏറ്റവും മേലായിട്ട് അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് കേട്ടോ, അധികം പ്രസ് ചെയ്യരുത്. ഇത് നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് കറക്റ്റ് അതിൽ വന്നോളൂ. ആദ്യം മെല്ലെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുക്കുക. നമ്മളിത് തിരിച്ചിടാനുള്ളതാണ്, കാരണം മേലത്തെ ഭാഗം നമ്മൾ ടോസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അത് കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ അതാ നമ്മൾ കണ്ടില്ല, അടിഭാഗം നന്നായിട്ട് നല്ല യെല്ലോ കളറിൽ നല്ല ടോസ്റ്റായി വന്നതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിലും അപ്പോൾ മെല്ലെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു കറക്റ്റ് ആ ലെവലിലേക്ക് വന്നോളൂ കേട്ടോ. ബ്രെഡിൻ്റെ അതേ തടിയിൽ വന്നോളൂ. അത് അടിഭാഗമൊക്കെ ഒന്ന് അമർന്ന് വന്നോളൂ. പിന്നെ ചീസൊക്കെ മെൽറ്റ് ആവുകയും ചെയ്യും. സിമ്മിലാണ് ചെയ്യേണ്ടതെന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ അതാ രണ്ട് ഭാഗവും നല്ല കളറിൽ നല്ല ടോസ്റ്റായിട്ട് വന്നതാണ്. അടിപൊളി സാൻഡ്വിച്ചാണ് കേട്ടോ, സൂപ്പറാണ്. അതുപോലെ തന്നെ രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുറച്ച് വെജീസൊക്കെ അവിടെ അരിഞ്ഞ് വെച്ചാൽ മതി, വേറെ ഒരു പണിയുമില്ല. ഇനിയിപ്പോൾ അത് അടുത്തത് ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്നും കൂടെ ഒന്ന് സ്പീഡാക്കി കാണിക്കുന്നതാണ്. ബ്രെഡിൻ്റെ സൈഡ് വെച്ച് കൊടുത്ത് ഒരു സ്പൂണ് മുട്ടയിൽ ഞാൻ ഉപ്പിട്ടിട്ടാണ് കലക്കിയത് കേട്ടോ, വേറെ ഒന്നുമില്ല. മുട്ടയിൽ കുറച്ച് ഉപ്പ്, ചെറുതായിട്ടൊരു ഉപ്പിട്ട് കൊടുത്തതാണ്. ഉപ്പ് വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ എന്താ ക്യാപ്സിക്കം ഇട്ട്, തക്കാളി ഇട്ട്, പിന്നെ വേണ്ടിയ കുറച്ച് സ്പ്രിംഗ് ഒനിയനാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചീസും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതെല്ലാം കൂടെ മുട്ടയിൽ കലക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ വയ്ക്കുന്നവരുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും ഒരു പിസ്സ കഴിക്കുന്ന പോലെ നമുക്ക് നല്ലൊരു ടേസ്റ്റാണ്. മറ്റേത് നമ്മൾ ശരിക്കും ഒരു ഓംലെറ്റിൻ്റെ ടേസ്റ്റാണ് വരിക. മിക്സ് ആയിട്ട് ചെയ്യുമ്പോൾ ഇതൊരു പിസ്സൻ്റെ ഒരു ടേസ്റ്റിലേക്കാണ് വരിക. അപ്പോൾ അതാ ലാസ്റ്റ് കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുത്ത് എന്നിട്ട് തിരിച്ചിടുക, നല്ലോണം ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ട് ടോസ്റ്റ് ആവണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അത് ബട്ടറിൽ തന്നെ ചെയ്യുകയും വേണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക. ഇപ്പോൾ നമ്മളെ രണ്ടാമത്തെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിന്. കണ്ടില്ല, നല്ല ഗോൾഡൻ കളർ ആകണ വരെ ചെയ്തെടുക്കണം. ഇതിനും കൂടി പോരൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ നിന്നോളും. കാരണം ചീസ് അതിൽ മെൽറ്റായിട്ട് മേലെ ഉള്ളതുകൊണ്ട് അതവിടെ നന്നായിട്ട് ഒട്ടി നിൽക്കും. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മളെ അടിപൊളി ഒരു സാൻഡ്വിച്ച് കേട്ടോ. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസ് ഉപയോഗിച്ചിട്ട് കഴിക്കാം. ഏതെങ്കിലും കെച്ചപ്പോ ചില്ലി സോസോ ഇഷ്ടമുള്ളത് എടുത്തിട്ട് അതിൻ്റെ കൂടെ കഴിക്കാം. അതുപോലെ ലഞ്ച് ബോക്സിൽ കുട്ടികൾക്കൊക്കെ വെച്ച് കൊടുത്താൽ ഡെയിലി ചോദിക്കും കേട്ടോ ഇതന്നെ വെച്ച് തരാൻ വേണ്ടിയിട്ട്. അത്രയും ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും.
മക്കൾക്കൊക്കെ രാവിലെ കൊണ്ടുപോകാൻ കൊടുക്കാനും അതുപോലെ തന്നെ രാവിലെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പോകുന്നവരൊക്കെ തിന്നാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. അപ്പം ഇനി അടുത്തതിലേക്ക് പോയാലോ? ഇനിയിപ്പോൾ അടുത്ത സാൻഡ്വിച്ചാണ് ഞാൻ കാണിക്കുന്നത്, രണ്ടാമത്തത് കേട്ടോ. അപ്പോൾ സെയിം പാൻ തന്നെ അതിലേക്ക് കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ബട്ടർ ഒന്ന് മെൽറ്റ് ആകണ വരെ ഒന്ന് ഇതാക്കി കൊടുക്കുക. എന്നിട്ടിപ്പോൾ ഞാനിടുന്നത് ഒരു ഫുൾ സൈസ് ബ്രെഡാണ് കേട്ടോ. അരികവും ഒന്നും ഞാൻ മുറിച്ച് മാറ്റിയിട്ടില്ല, ഒരു ഫുൾ ബ്രെഡാണ് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ കാണിച്ച പോലെ തന്നെ രണ്ട് ഭാഗത്തും ഒന്ന് ബട്ടർ ഇട്ടിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കുക. എന്നിട്ട് ഇനി ഇതിൻ്റെ മേലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ മതി കേട്ടോ. മയോണൈസാണ് ഒരു അര ടീസ്പൂൺ, ഇത് ഓപ്ഷണലാണ്, വേണേൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരു അര ടീസ്പൂൺ മയോണൈസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സ്റ്റീംഡ് സ്വീറ്റ് പൊട്ടാറ്റോ ആണ് കേട്ടോ. ഇത് നമ്മളെ മധുരക്കിഴങ്ങ് എന്ന് പറഞ്ഞ സാധനമാണ്. ഇവിടെ അതിങ്ങനെ രണ്ട് കളറിൽ കിട്ടും കേട്ടോ, ചുവപ്പും കിട്ടും, നമ്മളെ നാടൻ വെള്ള കളറുള്ളതും കിട്ടും. ഇവിടെ ചുവപ്പാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റും ഇങ്ങനത്തേനൊക്കെ പറ്റിയ നല്ല ചുവപ്പാണ്. അപ്പോൾ അതാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. അതൊന്ന് സ്റ്റീം ചെയ്തെടുത്തതാണ് കേട്ടോ. നമ്മൾ പുഴുങ്ങിയെടുക്കുക എന്ന് പറയില്ല, അങ്ങനെ പുഴുങ്ങിയെടുത്തതാണിത്. അതൊന്ന് ഇതിൽ വെച്ച് കൊടുക്കുക. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളെ സാധാ പൊട്ടാറ്റോനെക്കാട്ടും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ ഉള്ള സാധനമാണ് ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുന്നത്. നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സാധനമാണ് കേട്ടോ. അധികം ആരും കഴിക്കാത്തതാണ്. പണ്ടത്തെ ആൾക്കാരൊക്കെ മധുരക്കിഴങ്ങാണ് എപ്പോഴും ചായക്കൊക്കെ പുഴുങ്ങി തിന്നുക. അപ്പോൾ അത് ഞാൻ അതിൻ്റെ മേലെ ചെറുതായിട്ടൊരു ഉപ്പ് ഇട്ട് കൊടുത്താണ്. പിന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിച്ചത് അതും ഇട്ട് കൊടുത്താണ്. ഇപ്പം നേരത്തെ കാണിച്ച എല്ലാ സാധനങ്ങളും ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മൾ സ്പ്രിംഗ് ഒനിയൻ ഇട്ടു, പിന്നെ കുറച്ച് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം ലാസ്റ്റ് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചീസ് ഇടുമ്പോൾ ഞാൻ പിന്നെയും പറയുന്നത് ആദ്യം പറഞ്ഞ പോലെ തന്നെ വല്ലാണ്ട് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കരുത്. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ചീസ് മെൽറ്റായിട്ട് പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു കരിഞ്ഞ ടേസ്റ്റാണ് വരിക ബ്രെഡിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ലൈറ്റായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ചീസ്. ഇനിയിപ്പോൾ അത് അടുത്ത ബ്രെഡും വെച്ച് കൊടുത്തോണ്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുക്കുക. നേരത്തെ കാണിച്ച പോലെ തന്നെ ഇനി ഇത് തിരിച്ചിട്ടിട്ട് അടിഭാഗം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് തിരിച്ചിട്ടാണ് ഇനി മെല്ലെ മെല്ലെ ഒന്ന് അമർത്തി കൊണ്ടുവരിക കേട്ടോ, പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അവിടെ ആ ചീസ് അങ്ങ് മെൽറ്റായിട്ട് അവിടെ അങ്ങ് ഒട്ടിപ്പിടിച്ചോളും. അപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ ഒന്ന് എല്ലാ സൈഡും ആക്കിയതിന് ശേഷം മെല്ലെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒറ്റയടിക്ക് അങ്ങ് പ്രസ് ചെയ്യാൻ പോകരുത്. അപ്പോൾ എല്ലാം കൂടെ ഫില്ലിംഗ് ഒക്കെ പുറത്ത് വരികയാണ് ചെയ്യുക. അപ്പോൾ മെല്ലെ മെല്ലെ പ്രസ് ചെയ്തിട്ട് നല്ലോണം ടോസ്റ്റ് ചെയ്തെടുക്കുക ചെറിയ തീയിൽ. ഇപ്പോൾ നമ്മൾ അടിപൊളി രണ്ടാമത്തെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിന്. ഇതാണ് സൂപ്പർ സാൻഡ്വിച്ച് കേട്ടോ. ഇതും എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. ലഞ്ച് ബോക്സ് കൊടുക്കാനും രാവിലെ കഴിക്കാനും ഒക്കെ പറ്റിയ നല്ല അടിപൊളി സാൻഡ്വിച്ചാണ്. ഇനിയിപ്പോൾ ഇതാ രണ്ടാമത്തത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സാൻഡ്വിച്ചാണ് കാണിക്കുന്നത് കേട്ടോ. മൂന്നാമത്തെ സാൻഡ്വിച്ച് ഞാനിവിടെ ഇലക്ട്രിക് ഗ്രില്ലിലാണ് ചെയ്യണത്. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ലൈൻസ് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ പാനിൽ ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ വീഡിയോ ആയതുകൊണ്ട് ഇതിൻ്റെ മേലെ ഈ ഒരു ലൈൻസ് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അങ്ങനെ ലൈൻസ് ഉള്ള ഫ്രൈ പാൻ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അതുള്ളവർ അതിൽ തന്നെ ചെയ്താൽ മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇങ്ങനെ ഈ ലൈൻസ് ഉള്ള ഫ്രൈ പാൻ ഇല്ല. അപ്പോൾ ഞാൻ ഇതിലാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കുക. ബ്രെഡ് ഇപ്പോൾ ഞാൻ 4 സൈസ് എന്താ പറയുക സൈഡൊക്കെ മുറിച്ച ബ്രെഡാണ്. അതിൻ്റെ സൈഡ് അരികം മുറിച്ച് കളഞ്ഞാണ് എന്നിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. 2 ബ്രെഡ് അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ആകണ വരെ വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ ഫില്ലിംഗ് ആണിത്. അത് ഒന്ന് വെച്ച് കൊടുക്കട്ടെ. ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അധികം വെക്കണ്ട, പുറത്തേക്ക് വരും ഇത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെക്കണ്ട, ഒരു ടേബിൾ സ്പൂൺ മതി. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, ചിക്കൻ്റെ ഫില്ലിംഗ്, ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ, ഫ്രീസറിലൊന്നും വെക്കണ്ട, ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ ഈ ഫില്ലിംഗ് ഒന്നും ആവാണ്ട് ഫ്രിഡ്ജിൽ നിൽക്കും കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ രാവിലെ എടുത്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, എളുപ്പമാണ്. അപ്പോൾ ഞാൻ അടുത്ത സ്ലൈസ് ബ്രെഡ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. അപ്പം സാധാരണ ഞാൻ നേരത്തെ കാണിച്ച പോലെ പാനിലും ചെയ്യുക കേട്ടോ. അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ലൈൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ കാണിച്ച പോലെ ഇത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ സൈഡിൽ കണ്ടില്ല ഇങ്ങനെ ലൈൻ വന്നത്, അങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഇതിൽ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അത് രണ്ടും തിരിച്ചിട്ട് കൊടുത്താണ്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ആ ഒരു ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ആയിട്ട് വരിക. ഇപ്പോൾ നമ്മൾ അടിപൊളി സാൻഡ്വിച്ച് ഇവിടെ റെഡിയാണ്. ഇത് ഏകദേശം ഒരു ക്ലബ് സാൻഡ്വിച്ചൊക്കെ നിങ്ങൾ കഫേന്നോ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ആ ഒരു ക്ലബ് സാൻഡ്വിച്ച് ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടത്. അപ്പോൾ ഇതിൽ ഇനി എക്സ്ട്രാ നിങ്ങൾക്ക് കുക്കുംബർ മറ്റേ എന്താ പറയുക ക്യാരറ്റ്, ലെറ്റ്യൂസ് ഇതൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വെജീസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ചിക്കൻ സാൻഡ്വിച്ചാണിത്. ഇതും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച 3 സാൻഡ്വിച്ചും സൂപ്പറാണ്.
അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ രാവിലെ ഉണ്ടാക്കാനൊക്കെ ഏറ്റവും എളുപ്പത്തിലാണ്. സാധാരണ നമ്മൾ സ്ഥിരം നമ്മളെ നാടൻ പലഹാരം കഴിക്കുന്നതിനെക്കാട്ടിലും ഇടയ്ക്കൊന്നൊരു ചേഞ്ചിന് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് കാണിച്ച സാൻഡ്വിച്ചസ് സ്വീറ്റ് പൊട്ടാറ്റോ സാൻഡ്വിച്ച് കാണിച്ചു, ചിക്കൻ ക്ലബ് സാൻഡ്വിച്ച് കാണിച്ചിട്ടുണ്ട്, പിന്നെ എഗ് വെജീസ് സാൻഡ്വിച്ചും കാണിച്ചു. പിന്നെ നല്ലൊരു അടിപൊളി ചിക്കൻ സൂപ്പുമാണ് ഞാനിന്ന് കാണിച്ചത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ഐറ്റംസും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.